പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഹിമാലയൻ മലനിരകളുടെ താഴ്വരയിൽ ശാന്തസുന്ദരമായ ഒരു ഭൂമിയുണ്ട്, സഞ്ചാരികളുടെ പരദേശിയായ മണാലി. അപ്പോൾ കഴിഞ്ഞ ഡൽഹി വ്ളോഗിൻ്റെ തുടർച്ചയായി ഞങ്ങൾ മണാലിക്ക് പോവുകയാണ്. മണാലിയും റെയിൽവേ സ്റ്റേഷനും തമ്മിൽ ഏകദേശം 320 കിലോമീറ്റർ എങ്ങാനും ദൂരം വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ബസ് ചൂസ് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 15 മണിക്കൂർ ട്രാവൽ ഉണ്ട് മണാലിയിലോട്ട്. 8 മണിക്ക് എത്തുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കാണിച്ചത്. പക്ഷേ ഞങ്ങളുടെ ബസ് 6 മണിക്ക് എത്തിയിട്ടോ. അത് ശരിക്കും ഒരു പണി തന്നെ തന്നു. കാരണം അത്രയും നേരം നമുക്ക് തണുപ്പ് അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് എന്താണ് മണാലിയിലെ തണുപ്പെന്ന് ഞങ്ങൾ ഫീൽ ചെയ്തത്. ഡിസംബറിലെ തണുപ്പിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറെവർ മലയാളീസ് ഗോ ദെർ ഈസ് എ മലയാളി എന്നാണല്ലോ. അങ്ങനെ ബസ്സിൽ നിന്ന് കിട്ടിയ 2 ട്രാവലർ മലയാളീസിന്റെ കൂടിയാണ് ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൽ എത്തുന്നത്. നേരിട്ട് ഹഡിംബ ടെമ്പിളും ദേവദാരു മരങ്ങളൊക്കെ കാണാൻ ഫോട്ടോസിനെ കാണുന്നേക്കാളും എത്രയോ ഭംഗിയാണ് കേട്ടോ. ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ റൂം എടുത്ത സ്ഥലം അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് നടന്നാണ് പോയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹണിമൂൺ ആൻഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ മണാലിയിൽ ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സും അവൈലബിൾ ആണ്. മണാലി ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങളെടുത്ത് റിസോർട്ട് വരുന്നത്. ആപ്പിൾ തോട്ടങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഉണങ്ങിയ ആപ്പിൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. മണാലിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ടെങ്കിലും ദ ഐക്കൺ സ്പോട്ട് എന്ന് പറയുന്നത് റോഹ്തങ് പാസ് തന്നെയായിരിക്കും അല്ലേ. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടുത്തെ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സും ഷൂ ഒക്കെ നമുക്ക് അവിടുന്ന് റെന്റിന് എടുക്കാൻ പറ്റും. 250 റുപ്പീസിനടുത്താണ് ഓരോന്നിന്റെ റെന്റ് വരുന്നത്. നമ്മൾ എടുക്കുന്ന ക്യാബ് ഡ്രൈവറിനെ അറിയുന്ന ഷോപ്പിലായിരിക്കും അവർ നിർത്തുക. അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. അവിടുന്ന് തന്നെ റോഹ്തങ്ങിൽ എത്തിയിട്ട് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിന്റെ ടിക്കറ്റും എടുക്കാവുന്നതാണ്. ശരിക്കും നമ്മളെ ഒരുപാട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മഞ്ഞിലൂടെ ഓടുന്നു, ചാടുന്നു, തുള്ളുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ആ മഞ്ഞിൽ തന്നെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ആ തണുപ്പൊക്കെ ആയിട്ട് അങ്ങ് യൂസ്ഡായി. കൂടെ ഉണ്ടായിരുന്ന മലയാളീസ് ആണെങ്കിൽ സ്നോ ക്ലോത്ത്സ് ഒക്കെ എപ്പോഴേ കളഞ്ഞ് അവർ ഫുൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. സ്ക്യൂവിനൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. കാരണം ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ട്രാക്കൊന്നുമില്ല. എല്ലാവരും നടക്കുന്ന വഴി കൂടെ നമ്മളെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. നമ്മളൊന്ന് ബോഡി ബെൻഡ് ചെയ്തിട്ട് വേണം അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ആവില്ല. കണ്ടില്ലേ വീണ് കിടക്കുന്നത്. എന്നോട് 1000 വട്ടം പുള്ളി പറഞ്ഞാൽ അങ്ങനെ നിൽക്കല്ലേന്ന്. ഞാനും വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് ക്യാമറ കണ്ണുകൾ ഓണല്ലാത്തത് കൊണ്ട് വീഡിയോ വന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഈ വീഴ്ചയൊക്കെ ഒരു പതിവാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വീണ് തന്നെയായിരുന്നു. കാരണം ഹാർഡായി നിൽക്കുന്ന ഐസിൻ്റെ മുകളിൽ നമ്മൾ കാല് വെക്കുമ്പോൾ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് ഒട്ടും ഗ്രിപ്പ് കിട്ടില്ല. നമ്മളങ്ങ് ഊർന്നടിച്ച് വീണോളൂ. അങ്ങനെ ഡാൻസും പാട്ടും കലാപരിപാടികളൊക്കെ ആയിട്ട് റോഹ്തങ് പാസിൻ്റെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നു. ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഒരു രക്ഷയില്ല. ഇന്ത്യയുടെ തന്നെ അഭിമാനമായ അടൽ ടണലിലൂടെയാണ് നമ്മൾ പോകുന്നു വരുന്നതൊക്കെ. ഏകദേശം 9 കിലോമീറ്ററോളം നീളം വരുന്ന ഈ ഒരു ടണൽ വേൾഡിലെ തന്നെ ഹയസ്റ്റ് ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണ്. എബോ 10,000 ഫീറ്റിൽ. ഡൽഹിയിലെ ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭേദപ്പെട്ട ഫുഡാണ് ഞങ്ങൾക്ക് മണാലിയിൽ നിന്ന് കിട്ടിയത്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ശരിക്കും ഒരു ഫ്രിഡ്ജിലോട്ട് ഇറങ്ങിയ ഒരു അവസ്ഥയാണ് അവിടെ. നമ്മൾ ഈ വയനാട്ടിൽ ജനിച്ചു വളർന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തണുപ്പിനെ സഹിക്കാനൊന്നും വേണം കുറച്ച് കപ്പാസിറ്റി. പിന്നെ മണാലിയിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലി 2 പ്രദേശമുള്ളത്. അതായത് മണാലി ടൗണും ഓൾഡ് മണാലിയും. ഇതിലെ മണാലി ടൗണിലാണ് ഷോപ്പിംഗ് നടത്താനും ട്രാവൽ ഏജൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓൾഡ് മണാലിയിലാണ് നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മണാലിയിലെ ഏറ്റവും ഫേമസും അഡ്വഞ്ചറസും ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊന്നാണ് സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. സോളങ് വാലിയിലെ ബിയാസ് നദിയുടെ മുകളിലൂടെ അങ്ങോട്ടേക്ക് 500ഉം ഇങ്ങോട്ടേക്ക് 500ഉം. അങ്ങനെ ടോട്ടൽ 1 കിലോമീറ്റർ ഡബിൾ സൈഡ് സിപ്പ് ലൈൻ ആണ് ഇത്. ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി കൂടിയാണിത്. കാരണം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ ഹൈറ്റിലുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കൂടാതെ ATV ബൈക്ക് റൈഡ്, ബങ്കി റോക്കറ്റ്, സോർബിം ബോൾ റൈഡ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പാരാഗ്ലൈഡിങ് കൂടിയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതിയും മണാലിയിലെ അടുത്ത സൈറ്റ് സീയിങ് ഒക്കെ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ആഗ്രഹം അടുത്ത തവണത്തേക്ക് മാറ്റിവെച്ചു. നൈറ്റൊക്കെ ഏകദേശം -6 തണുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പകലൊക്കെ നമുക്ക് ഏകദേശം താങ്ങാവുന്നൊരു തണുപ്പേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നാൽ പോലും എല്ലാവരും ഒന്നിൽ കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഡിസംബർ ആയതുകൊണ്ട് അത്യാവശ്യത്തെ തണുപ്പ് പകലാണെങ്കിലും ഉണ്ടായിരുന്നു അവിടെ. ഈ ബിയാസ് നദിയുടെയും പർവ്വതനിരകളുടെയും നേരെ ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവോ ദേവി ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ഈ ഒരു അമ്പലത്തിന് പ്രത്യേകതയുണ്ട്. 2nd ഫ്ലോറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ 2nd ഫ്ലോറിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ നേരെ ഒരു കേവിലോട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. ചെറിയ ചെറിയ ആരോ മാർക്കുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പോവേണ്ട പാത്തിനനുസരിച്ചിട്ട്. അടുത്തൊരു മൊണസ്ട്രിയിലും കൂടി പോയിട്ട് ഞങ്ങൾ നേരെ വിട്ടത് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൂർഗ് പോയ വീഡിയോയിൽ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ അഡ്വഞ്ചറസും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് റിവർ റാഫ്റ്റിങ്ങിൽ ഞങ്ങൾക്ക് തന്നത് ഇവിടുത്തെയാണ്. ഇപ്പോൾ റാഫ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അവരാണെങ്കിലും ആ ഒരു സേഫ്റ്റി ഗൈഡ് ലൈൻസ് നമ്മൾക്ക് പറഞ്ഞു തരും. കാരണം ഈ ഒരു ബിയാസ് നദി എന്ന് പറയുന്നത് ഒരുപാട് കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞതാട്ടോ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അഡ്വഞ്ചറസ് തന്നെയാണ് വരുന്നത്. നല്ലോണം കെയർ ചെയ്യണം. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 9 കിലോമീറ്റർ ലെങ്ത്താണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. മണാലിയിലെ ദേശീയ ഭക്ഷണം എന്തൊക്കെയാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മാഗിയും ബ്രെഡ് ഓംലെറ്റും ഒക്കെയാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന മണാലി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. എത്ര പറഞ്ഞാലും മതി വരാത്ത വിശേഷങ്ങളാണ് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ കുളു മണാലി ഡൽഹി ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി കോഴിക്കോട് ലാൻഡ് ചെയ്തു. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്. വിനിഷ ഹിയർ. ബൈ.